ഹേല ഗൈസ്, മോളിവുഡ് ടൈംസ് അത്യാവശ്യം മോശമില്ലാത്ത നല്ലൊരു സിനിമ. ഇന്ന് ഈ സിനിമക്ക് പോകണോ അല്ല പരിമളവാനിന് പോകണോ അല്ല ഹീമാനിന് പോകണോ എന്നില്ല അത്യാവശ്യം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഹീമാൻ ആയിരുന്നു എൻ്റെ പ്രയോറിറ്റി. കാരണം ഹീമാൻ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ ചൈൽഡ്ഹുഡ് നൊസ്റ്റാൾജിക് പടാമല്ല. അത് ഹീമാൻ മലയാളത്തിൽ തന്നെ കാണുന്നൊരു ഇതുണ്ടായിനി, അറിയില്ല, നോക്കട്ടെ എന്തായാലും. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നിട്ട് ഞാൻ ഈ പടത്തിന് തന്നെ കയറി. അതൊക്കെ മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ പേര്, അഭിനവ് മുകുന്ദ്. മലയാളത്തിലത്തെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് മൂവി. ആരും എടുക്കാൻ പേടിക്കുന്ന ഒരു ടോപ്പിക്കിന് അതികീട്ടിലായിട്ട് എടുത്തു വെച്ചൊരു പടം മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്. അതിന്റെ ഡയറക്ടറായിട്ടില്ലേ അഭിനവ് മുകുന്ദിന്റെ രണ്ടാമതൊരു സിനിമ വരുന്ന സമയത്ത് എനിക്ക് കൂടുതലൊന്നും ആലോചിക്കാനുണ്ടായിട്ടാ. എന്തായാലും ഞാൻ ഈ പടത്തിന് കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ പടത്തിൽ നമ്മൾ മുകുന്ദനുണ്ണിന്റെ അസോസിയേറ്റ്സിൽ പുള്ളിന്റെ ഒരു കഥ വരുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, അതെങ്ങനെയാണെന്ന് പുള്ളി എടുത്തിട്ടുള്ളത് ആ ഒരു സ്റ്റൈൽ തന്നെയാണ് ഇതിലും പറഞ്ഞിട്ടുള്ളത്. അത് പക്ഷേ കുറച്ചൊരു ഡാർക്ക് ഹ്യൂമർ ബേസിൽ ഈ സൊസൈറ്റിത്തെ നോംസിനെല്ലാം എതിരായിട്ടുള്ള ഒരു പരിപാടി. ഇനി ഈ മോളിവുഡ് ടൈംസിലേക്ക് വരുന്ന സമയത്ത് ഈ പടത്തിന് ട്രെയിലറിൽ കണ്ട പോലെ ഒരു പയ്യൻ എന്താണ് സിനിമയിലെ ഒരു വൺ ഓഫ് ദ ഇന്ത്യയിലെ തന്നെ ഗ്രേറ്റസ്റ്റ് ഹൊറർ ഫിലിം മേക്കർ ആവണം എന്നുള്ള ആഗ്രഹത്തോടെ വരുന്നത്. അങ്ങനെ ആ രീതിയിലാണ് പടത്തിന്റെ ഒരു വൺ ലൈൻ സ്റ്റോറി അങ്ങനെ പോകുന്നത്. പക്ഷെ ഇത് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നോ നമ്മുടെ സൊസൈറ്റി നോംസ് എന്താവും അതിനൊക്കെ എതിരായിട്ടുള്ളൊരു പടമാണ്. അങ്ങനെയാണ് ഇതിന്റെ സ്റ്റോറി ടെല്ലിങ്. ആ സ്റ്റോറി ടെല്ലിങ്ങിൽ ഒരു സ്റ്റൈൽ ഉണ്ട്. അത് പുള്ളി അത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും കോമഡി ആയാലും ആ ഒരു സ്റ്റോറി ടെല്ലിങ് നറേഷന്റെ ഒരു സ്റ്റൈൽ ആയാലും ആൾക്കാരുടെ പെർഫോമൻസ് ആയാലും നസ്ലിന് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നസ്ലിന്റെ ക്യാരക്ടർ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളൊരു പടം കാണാൻ മൊത്തത്തിൽ പിടിച്ചിരുന്നുണ്ട്. പിന്നെ ജെയ്ക്സ് ബിജോയിന്റെ മ്യൂസിക്, അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. പുള്ളിക്കാരന്റെ ആ മ്യൂസിക്, ആ ഒരു പുള്ളിക്കാരന്റെ സ്റ്റൈൽ ഉണ്ടല്ലോ, അത് ഈ പടത്തിൽ അതേപോലെ കാണാനുണ്ട്. എന്തായാലും അത് അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പല കാര്യങ്ങളെ കുറിച്ചിട്ടും ഓപ്പണായി സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് പല ആൾക്കാർക്ക് സംസാരിക്കാൻ മടിയിലെ ടോപ്പിക്കുകളെ കുറിച്ചിട്ട് ഓപ്പണായിട്ട് പടത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അതിന് ഇതിന്റെ ഡയറക്ടർക്ക് ഒരു ബിഗ് ഹാറ്റ്സ് ഓഫ്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം മോശമില്ലാത്ത നല്ല ഫുൾ എൻഗേജിങ് ആയിട്ട് തന്നെ എനിക്ക് ഫസ്റ്റ് ഹാഫ് കാണാൻ പറ്റിയിട്ടുണ്ടായത്. ആ തിയേറ്ററിൽ നല്ല ഓഡിയൻസിന്റെ റെസ്പോൺസും എല്ലാം അത്യാവശ്യം മോശം. എല്ലാവരും നല്ല എൻഗേജിങ് ആയിട്ട് പടം കണ്ടിട്ടുണ്ടായത്. ഇനി നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് സെക്കൻഡ് ഹാഫ് എനിക്ക് പടം തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പടം ഏകദേശം 2 മണിക്കൂർ 50 മിനിറ്റിന് അടുത്തുണ്ട് പടം. അപ്പോൾ സെക്കൻഡ് ഹാഫ് കാണുന്ന സമയത്ത് കുറച്ച് ലേഗ് അടിയോർത്ത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ സ്റ്റോറിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ആ ഒരു പടത്തിന്റെ ഫ്ലോ ഉണ്ട്, അത് ഇടയ്ക്ക് ഒരു എഡിയോ വെച്ചിട്ട് ഡിസ്ട്രാക്ട് ആയി പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. കുറേ നേരം എഡിയോ എത്താത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായത് ഇടയ്ക്ക്. പിന്നെ ഒരു സെക്കൻഡ് ഹാഫിന്റെ ഒരു ലാസ്റ്റിലേക്ക് എത്തേണ്ടി വന്നു. ആ ഒരു സമയം വേണ്ടി വന്നു പടം പിന്നെ ഒന്ന് ഓണാവാൻ വേണ്ടിയിട്ട്. പിന്നെ അത്യാവശ്യം മോശമില്ലാത്തൊരു ക്യാരക്ടർ ഷറഫുദ്ദീൻ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ 2-3 സർപ്രൈസ് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അത് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊന്നും കാണാണ്ട് പടം കാണുന്ന ഒരാൾക്ക് സർപ്രൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് പടത്തിന്റെ കാസ്റ്റ് ലിസ്റ്റ് എടുത്താൽ ഉണ്ടാവും എന്തായാലും. അപ്പോൾ അവരായാലും അത്യാവശ്യം മോശമില്ലാത്ത ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ഈ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലത്തെ സെൽഫിഷ്നെസ്, നമ്മൾ എന്ത് കാര്യം ചെയ്താലും അവസാനം നമ്മളെ കാര്യം മാത്രമേ നോക്കൂലൂ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എടുത്തിട്ടാണ് ഇതിൽ നല്ലൊരു വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവിലൂടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു പുള്ളിയനക്കിന്റെ മെയിനായിട്ട് ഈ പടം കാണുന്ന സമയത്ത് കണ്ടിരിക്കാൻ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിനെ പിടിച്ചിരുത്തിയ കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഇതിന്റെ ഡയറക്ടറിന്റെ നമ്മളെ ഈ പടം പ്രസന്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റൈലിലാണ്. എന്നുവെച്ചാൽ ആസ് യൂഷ്വൽ കഥ ഒരു ആസ് യൂഷ്വൽ ആണെങ്കിലും അങ്ങനെ നമുക്ക് ഒട്ടും ഫീൽ ചെയ്യിക്കാത്ത രീതിയിൽ ആ ഒരു ഫുൾ ഫ്ലോയിൽ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ കുറച്ച് ലാഗ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കഥ പറഞ്ഞൊരു സ്റ്റൈലും ആ സിനിമാറ്റോഗ്രഫി, ആ ഒരു സ്റ്റൈലുണ്ട് പുള്ളിക്കാരൻ്റെ. അത് നമുക്ക് അത്യാവശ്യം മോശമില്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സിനിമ ഒരു എൻഗേജിങ് ആയിട്ട് ഇരിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അപ്പം നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.